എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലെത്തിയിരിക്കുന്നത്. ISL മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. തുടർച്ചയായി 3 തോൽവികൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു. ബ്ലാസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുഹമ്മദൻസിന് ഈ ലീഗിൽ ഏറ്റവും സാധ്യത കുറവുള്ള ഒരു ക്ലബ്ബാണ്. മാത്രവുമല്ല ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ക്ലബ്ബാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഘട്ടത്തിൽ ഒരു വിജയം ആവശ്യമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് 3 ഗോളുകൾക്ക് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മുഹമ്മദൻസ് സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 80-ാം മിനിറ്റിൽ നോഹ സദൂയിയാണ് രണ്ടാമത്തെ ഗോൾ നേടിയത്. അതിനുശേഷം മൂന്നാമത്തെ ഗോളും തൊട്ടു പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മുഹമ്മദൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറെ സന്തോഷത്തോടു കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തുടർച്ചയായ പരാജയങ്ങളിൽ ആരാധകരുടെ നിരാശ സമ്മാനിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുഹമ്മദൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അർജുൻ മട്ടന്നൂർ ചേരുന്നു നമുക്കൊപ്പം കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും. അർജുൻ മട്ടന്നൂർ, 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അരുൺകുമാർ, മികച്ച ഒരു വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. ആദ്യ പകുതി നിരവധി അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചെങ്കിൽ പോലും നല്ല തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കൽ കൂടി അർജുൻ കേൾക്കാം. അർജുൻ, എനിക്ക് തോന്നുന്നു ആദ്യ പകുതിയിൽ നിരവധി അവസരങ്ങൾ പാഴാക്കിയെങ്കിലും പിന്നീട് വലിയ തിരിച്ചുവരവാണ് രണ്ടാം പാതിയിൽ കണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആശ്വാസം പകരുന്നൊരു വാർത്തയാണല്ലേ? ഉറപ്പായും അതെ. തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. പരിശീലകനെ അടക്കം മാറ്റി താൽക്കാലിക പരിശീലകനായ മലയാളി താരം TG പുരുഷോത്തമന്റെ കീഴിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. ദുർബലരായ മുഹമ്മദൻസിനെതിരെ ആദ്യ പകുതിയിൽ ഗോൾ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് നന്നേ ബുദ്ധിമുട്ടി. അതിനുശേഷം രണ്ടാം പകുതിയിലാണ് ഗോളുകൾ നേടുന്നത്. രണ്ടാം പകുതിയിൽ ഏതാണ്ട് 64-ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടി. അത് ഒരു ഓൺ ഗോളായിരുന്നു. മുഹമ്മദൻസിന്റെ ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി ഫ്രീ ഇത്തരത്തിൽ കോർണർ കിക്ക് ഗോളാവുകയായിരുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് വിജയം? 3-0 വിജയിച്ചിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കളി കാണാൻ വന്നത്. എനിക്കിഷ്ടമായി. എല്ലാ കളി കാണാനുണ്ടോ? ഞാൻ മിസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചേച്ചിയോടെ ഭയങ്കര സന്തോഷം. എന്തായാലും ആരാധകർ വലിയ സന്തോഷത്തിലാണ്. പിന്നീട് നോഹ സദൂയി, അതോടൊപ്പം തന്നെ അലക്സാന്ദ്രെ കോയഫ് അടക്കം പകരക്കാരനായി ഇറങ്ങിയ അലക്സാന്ദ്രെ കോയഫ് അടക്കം ഗോൾ നേടി. അത്തരത്തിൽ 3-0. പിന്നെ രണ്ടാം പകുതിയിൽ ഇത്തരത്തിൽ മികച്ച ആക്രമണം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. എന്തായാലും ഇനി വിജയവഴിയിൽ തിരിച്ചെത്താൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല മത്സരമായിരുന്നു. സാറ്റിസ്ഫൈഡായിരുന്നു. ചേട്ടാ, എങ്ങനെ മത്സരം? അടിപൊളിയായിരുന്നു. ഇത്തവണ എന്തായാലും ഒരു നല്ലൊരു വിജയമായി. കുറെ ഒരു തോൽവിയിൽ നിന്ന് ഒരു മുക്തി കിട്ടിയെന്ന പോലെയായി. അടിപൊളിയായിരുന്നു. എന്തായാലും ആരാധകർ ഇന്ന് നന്നേ കുറവായിരുന്നു, പ്രത്യേകിച്ച് തുടർച്ചയായ തോൽവികൾക്ക് ശേഷം. ചേച്ചി, എല്ലാ കളിയും കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി. 3 കളി തോറ്റ ശേഷമാണ് ഇപ്പൊ വിജയിച്ചിരിക്കുന്നത്. അതെ അതെ, അടിപൊളി. എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ കളിയും കാണും. അരുൺകുമാർ, എന്തായാലും ആരാധകർ അല്പസമയത്തിനൊക്കെ കൂട്ടത്തോടെ പുറത്തേക്ക് എത്തും. എന്തായാലും ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 3-0 ആധികാരികമായ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യ പകുതിയിൽ ഇത്തരത്തിൽ നിരവധി അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗോളാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിലാണ് കുറച്ചും കൂടി ശക്തമായ ഒരു തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. എന്തായാലും രണ്ടാം പകുതിയിൽ ഇത്തരത്തിൽ 64-ാം മിനിറ്റിൽ ആദ്യ ഗോൾ സ്വന്തമാക്കുന്നു. അതിന് പിന്നാലെ പിന്നീട് നോഹ സദൂയി രണ്ടാം ഗോൾ സ്വന്തമാക്കുന്നു. അതിനുശേഷം അലക്സാന്ദ്രെ കോയഫ്, പ്രതിരോധ താരമാണ് അലക്സാന്ദ്രെ കോയഫാണ് മികച്ച ഒരു നീക്കത്തിലൂടെ 3ാമത്തെ ഗോളും കണ്ടെത്തിയത്. അത്തരത്തിൽ 3-0 ആധികാരികമായ വിജയം തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ചേട്ടാ, കളി കണ്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല കളി. 3 കളി തോറ്റു, അതിനുശേഷം വിജയിച്ചിരിക്കുന്നു. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ആലപ്പുഴയിൽ നിന്ന് കളി കാണാൻ ചേട്ടാ? നല്ല കളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് നമ്മൾ നല്ലോണം കളിച്ചു. നോവ സദോയ് മികച്ച കളിക്കാരനാണ്. ഇന്നും തെളിയിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല കളിയാണ് കാഴ്ചവെച്ചത്. അലക്സാണ്ടർ കൈഫ് അതുപോലെ നല്ലോണം കളിച്ചു. പിന്നെ ഡിഫൻസിൽ ഇപ്രാവശ്യം മിലോസ് ഡെസിന്റെ നേതൃത്വത്തിൽ നല്ല കളിയായിരുന്നു കളിച്ചത്. ബാക്ക് 4 അതുപോലെ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഐമൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഐബൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് നല്ലൊരു കോച്ചിനെ കിട്ടിയാൽ സന്തോഷമാകും.
അത് തന്നെയാണ് അരുൺകുമാർ. അതായത് ഇനിയൊരു മികച്ച പരിശീലകൻ കൂടി വേണം. എന്തായാലും TG പുരുഷോത്തമന്റെ കീഴിൽ മലയാളി താരം, സന്തോഷ് ട്രോഫി താരം TG പുരുഷോത്തമന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഒടുവിൽ വിജയ വഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. എന്നാൽ ഇനിയും ഈ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ നിരവധി വിജയങ്ങൾ ആവശ്യമാണ്. എന്തായാലും എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട്? നല്ലായിരുന്നു, അടിപൊളി, സൂപ്പറായിരുന്നു. 3 കളി തോറ്റു, അതിനുശേഷം സന്തോഷം, ഒരുപാട് സന്തോഷം. എങ്ങനെയായിരുന്നു കളി കണ്ട് എങ്ങനെയുണ്ട്? എല്ലാ കളിയും കാണാറുണ്ടോ? ഇപ്പൊ കണ്ട് വന്ന കളി കണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്നാണ്. അരുൺകുമാർ, എന്തായാലും ആരാധകർ വലിയ ആഘോഷത്തിലാണ്. പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് സമ്മാനം എന്ന് തന്നെ പറയാം. ആരാധകരൊക്കെ തന്നെ ഇവിടെയുണ്ട്. എല്ലാ കളിയും കാണുന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഈ കളി? കുഴപ്പമുണ്ടായില്ല, നല്ല കളിയായിരുന്നു. നല്ല കളിയായിരുന്നു. ഇവിടുന്ന് എല്ലാ കളി കാണലുണ്ട്. ഈ 3 കളി തോറ്റു, അതിന് ശേഷം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. 0-3 ഒന്നും തന്നെ പറയാനില്ല, ഫുൾ ഓൺ പവർ. അത് തന്നെയാണ് അരുൺകുമാർ. ആരാധകരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് തുടർച്ചയായി തോൽവികൾ മഞ്ഞപ്പട ആരാധകരടക്കം കളി ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇപ്പോൾ 3-0 ആധികാരികമായ വിജയത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി ഏതാണ്ട് 11 മത്സരങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട്. ഇതിൽ ഒരു 8-9 മത്സരങ്ങൾ വിജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും. അതിനു മുമ്പ് മികച്ച താരങ്ങളെ കണ്ടെത്തണം. പ്രത്യേകിച്ച് ട്രാൻസ്ഫർ വിൻഡോ ജനുവരിയിലുണ്ട്. ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ കണ്ടെത്തണം. എങ്ങനെയുണ്ട് മത്സരം? നല്ല കളിയായിരുന്നു, പൊളിക്കളി, മാസ്. കളി സൂപ്പറായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. എന്തായാലും അരുൺകുമാർ, സന്തോഷം. അർജുൻ മട്ടന്നൂർ, സന്തോഷം. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അടിപൊളി കളി. ഓക്കെ. എന്തായാലും അരുൺകുമാർ, ഇനി ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ മികച്ച താരങ്ങളെ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ നല്ലൊരു പരിശീലകനെ കണ്ടെത്തണം. ഇതൊക്കെയാണ് കുറച്ചുകൂടി മികച്ച താരങ്ങളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇനി അവശേഷിക്കുന്ന 11 കളികളിൽ 8 കളികളും നമുക്ക് ജയിക്കേണ്ടതുണ്ട്. പ്ലേ ഓഫിലെ ഒരു മിനിമം സാധ്യത നിലനിർത്താൻ. തുടർച്ചയായ 3 കളികളിലെ പരാജയത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസിനെ പരാജയപ്പെടുത്തുമ്പോൾ ലീഗിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ടീമാണെങ്കിൽ പോലും അത് ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല, ആരാധകർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇന്ന് കാണികളിൽ ആവേശപ്പടയുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. തുടർച്ചയായ പരാജയങ്ങൾ ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു. ആദ്യം വലിയ പ്രതിഷേധങ്ങൾ തുടക്കത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതേ അർജുൻ മട്ടന്നൂർ ഇപ്പോൾ ഇതാ അതേ പ്രതിഷേധിച്ചവർ പുറത്ത് വലിയ സന്തോഷത്തോടുകൂടി പഴയ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുഹമ്മദൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നോഹ സദോയിയുടെ മിന്നുന്ന പ്രകടനമാണ്. അപാരമായ ഫോമിലേക്ക് വീണ്ടും തുടരുകയാണ് നോഹ സദോയി. അലക്സാന്ദ്രെ കൊയഫും നേടിയ ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസിനെ തകർത്തു വിട്ടിരിക്കുന്നത് ഹോം ഗ്രൗണ്ടിൽ കൊച്ചിയിൽ. അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ പരാജയങ്ങൾക്കു ശേഷം വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു.